Hello dear students, today we are going to learn Geography 4th chapter Maps. Dear children, in our previous class we have discussed about the components of maps. The first one is distance. Distance is measured with the help of a scale. Is it? There are two types of scale maps, small scale map and a large scale map. What is a scale? It is the ratio between the actual distance of a place and the distance shown on the map. Okay, now let's study about direction. Direction is known by the arrow marked with N on the map. It is also known by an instrument called compass. So, what is the direction? Direction is known by the arrow marked with the N on the map. നിങ്ങൾ മാപ്പ് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ടോപ്പിൽ കാണുന്ന പോയിന്റ് ആണ് N. ദാറ്റ് ഷോസ് നോർത്തേൺ പോയിന്റ് അല്ലേ. നമുക്കറിയാം 4 മെയിൻ ഡയറക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. They are called the cardinal points. Other 4 intermediate directions are, നമുക്കറിയാം ഇത് കൂടാതെ intermediate directions ഉണ്ട്. അത് ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്, ദാറ്റ് ഈസ് NE, സൗത്ത് ഈസ്റ്റ് SE, സൗത്ത് വെസ്റ്റ് SW and north west NW. These directions are called intermediate directions. ഇനി ഏതൊക്കെയാണ് 4 മേജർ ഡയറക്ഷൻസ് എന്ന് ചോദിച്ചാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ദേ ആർ കോൾഡ് കാർഡിനൽ പോയിന്റ്സ്. ആൻഡ് വിച്ച് ആർ ദ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ്? നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പം നമുക്കറിയാം മാപ്പിനകത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന N എന്നുള്ള ലെറ്റർ എവിടെയായിരിക്കും കാണിച്ചിരിക്കുന്നത്? മാപ്സ് കണ്ടെയ്ൻ ആൻ ആരോ മാർക്ക്ഡ് വിത്ത് ദ ലെറ്റർ N ഓൺ ദ അപ്പർ റൈറ്റ്, ആൻ ആരോ വിത്ത് N മാർക്ക്. This arrow shows the north direction. It is called the north line. On the earth, one can find out directions. Example, north, east, west and south. നമുക്കറിയാം നമ്മൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ ആദ്യം അതിനകത്തിൽ മെയിനായിട്ട് നോക്കുന്ന കാര്യമാണ് ഡയറക്ഷൻ അല്ലേ. നോർത്ത് എന്ന് പറഞ്ഞാൽ അപ്പർ റൈറ്റിൽ കാണുന്ന N കൊണ്ട് ആയിരിക്കും ആ ലെറ്റർ N സൂചിപ്പിക്കുന്നത് എന്താണ്? നോർത്ത് ഡയറക്ഷനാണ്. E സൂചിപ്പിക്കുന്ന എന്താണ്? ഈസ്റ്റ്. W ഷോസ് ഫോർ വെസ്റ്റ്, S ഷോസ് ഫോർ സൗത്ത്. ഈ ഡയറക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? കാർഡിനൽ പോയിന്റ്സ്. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ദേ ആർ കോൾഡ് കാർഡിനൽ പോയിന്റ്സ്. അതർ 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. ഓക്കെ, ഇനി നമുക്കറിയാം വൺ ക്യാൻ ലൊക്കേറ്റ് എനി പ്ലേസ് മോർ ആക്യുറേറ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഇൻ്റർമീഡിയേറ്റ് ഡയറക്ഷൻസ്. ഈ ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലേസും വളരെ കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി വാട്ട് ഈസ് എ കോമ്പസ്? വൺ ക്യാൻ ഓൾസോ നോ ദ ഡയറക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ മെയിൻ ഡയറക്ഷൻസ്. മെയിൻ ഡയറക്ഷൻസ് അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ്. ഓക്കെ, അപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ. ഡയറക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഡയറക്ഷൻസ് ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. മാപ്സ് കണ്ടെയ്ൻ ആൻ ആരോ മാർക്ക്ഡ് വിത്ത് ദ ലെറ്റർ N on the upper right, an arrow with N mark. This arrow shows the north direction. It is called north line. Okay, there are 4 major directions: north, south, east, west. They are called cardinal points. Other 4 intermediate directions are northeast, southeast, southwest and northwest. അപ്പം നിങ്ങൾ ഈ പിക്ചർ കണ്ടല്ലോ. കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ മെയിൻ ഡയറക്ഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, തേർഡ് കോമ്പണൻറ്റ് ഈസ് സിമ്പിൾ. Universally accepted marks or icons to depict information on the maps are known as symbols. Symbols എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഐക്കോൺസ് ആണ് അല്ലെങ്കിൽ മാർക്ക് ആണ്. എന്തായിരിക്കും അതിൽ നമുക്ക് കിട്ടുന്ന? ടു ഡെപ്പിക്റ്റ് ഇൻഫർമേഷൻ ഓൺ ദ മാപ്സ്. ഓരോ സിമ്പിളിനും ഓരോ പ്രത്യേകതകൾ കാണും. അതനുസരിച്ച് നമുക്ക് മാപ്പിൽ നമുക്ക് സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ഔട്ട് എ പ്ലേസ് ഓൺ ദി മാപ്പ്. വാട്ട് ആർ സിമ്പിൾസ്? It is impossible to draw actual shape and size of different features like buildings, roads, trees, railway lines or a well on a map.
സോ വി യൂസ് വേരിയസ് സിമ്പിൾസ് ടു ഷോ ദീസ് ഫീച്ചേഴ്സ്. അതെ, നമുക്കിപ്പം മാപ്പിനകത്ത് ഓരോ ബിൽഡിങ്ങുകളുടെ പേരോ റോഡോ ട്രീയോ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐക്കോണാണ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സിമ്പിൾ കാണിച്ചിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് തേർഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് എ മാപ്പ്. സിമ്പിൾ ഈസ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് എ മാപ്പ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാപ്പിൽ. സിമ്പിൾസ് ഗീവ് മച്ച് ഇൻഫർമേഷൻ ഇൻ എ ലിമിറ്റഡ് സ്പേസ് അല്ലേ. നമുക്ക് ഒരു ഇൻഫർമേഷൻ ഒരു ലിമിറ്റഡ് സ്പേസിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് സിമ്പിൾസ് വി ക്യാൻ ഡ്രോ മാപ്സ് ആൻഡ് റീഡ് ദം ഈസിലി. ഈ സിമ്പിൾസിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മാപ്സ് എളുപ്പം റീഡ് ചെയ്യാനും നമുക്ക് കണ്ടെത്താനും സാധിക്കും. Without knowing the language of a certain place, we can collect information from maps with the help of these symbols. നമുക്ക് മറ്റ് സ്ഥലങ്ങളുടെ പറ്റി ഒന്നും അറിയത്തില്ല അല്ലേ, അത് നമുക്കൊന്നും അറിയില്ല എങ്കിലും ഈ സിമ്പിൾസ് യൂസ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Maps have a universal language, a language that can be read by all. An international agreement facilitates the use of these symbols അല്ലേ. നമുക്ക് ഈ സിമ്പിൾസ് മാപ്പിനൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ട്. അതായത് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ആണ് മാപ്പിനുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് എന്ന് നമ്മൾ പറയും. അപ്പം നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു, ഈ സിമ്പിൾസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. ഇങ്ങനെയുള്ള സിമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് കൺവെൻഷണൽ സിമ്പിൾസ്. ദീസ് സിമ്പിൾസ് ആർ കോൾഡ് കൺവെൻഷണൽ സിമ്പിൾസ്. സം ഓഫ് ദ കൺവെൻഷണൽ സിമ്പിൾസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ സിമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റൽഡ് റോഡിനെ കാണിക്കുന്ന സിമ്പിളുണ്ട്, അൺമെറ്റൽഡ് റോഡിനെ കാണിക്കുന്ന സിമ്പിൾ റോഡിൻ്റെ കാണിക്കുവാണെങ്കിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുട് പാത്ത് അല്ലേ, നമ്മൾ നടന്നു പോകുന്നതിനെ ഒരു സിമ്പിൾ കാണിക്കുന്നു. അതുപോലെ റെയിൽവേ ലൈനെ കാണിക്കുന്ന സിമ്പിളുണ്ട്. ദെൻ ബ്രിഡ്ജിനെ കാണിക്കുന്ന സിമ്പിളുണ്ട്. ട്രീസ് ഉണ്ടെങ്കിൽ അല്ലേ, ട്രീസിനെ കാണിക്കുന്ന സിമ്പിളുണ്ട്. സെറ്റിൽമെൻറ്റ്, ഒരു സെറ്റിൽമെൻറ്റ് ആൾക്കാർ അവിടെ താമസിക്കുന്നു എന്ന് കാണിക്കുന്ന സിമ്പിളുണ്ട്. പോസ്റ്റ് ഓഫീസ് അതിനെ കാണിക്കുന്ന സിമ്പിളുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സിമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സിമ്പിൾസ് ഗിവ് മച്ച് ഇൻഫർമേഷൻ ഇൻ എ ലിമിറ്റഡ് സ്പേസ്. With the help of these symbols, we can draw maps and read them easily. So, symbol is the third important component of a map. അതുപോലെ നമുക്ക് ഓരോ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് അറിയാൻ പറ്റുന്നു. അതായത് സ്റ്റേറ്റ് എവിടെയാണ്, ഡിസ്ട്രിക്റ്റ്, അതിനെയൊക്കെ കാണിക്കാനായിട്ട് സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. പബ്ലിക് യൂസിനായിട്ടുള്ളത്, അതുപോലെ മിലിറ്ററി കാണിക്കുന്നത്, ദെൻ ബിൽഡിങ്ങുകൾ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നു, ഹൈവേ, അതുപോലെ തന്നെ പവർ ലൈൻ, റെയിൽ റോഡ്, നോർമൽ റോഡ് എക്സെട്ര. നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? സിമ്പിൾസ് പഠിക്കണം, അതുപോലെ തന്നെ ഡയറക്ഷൻ. ഇത് 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിനെ ബേസ് ചെയ്തൊരു അസൈൻമെൻ്റ് ഉണ്ട്, അതെല്ലാവരും ചെയ്ത് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി നന്നായിട്ട് റീഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാം. ഡയറക്ഷൻസ് മനസ്സിലായി കാണുമല്ലോ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻസ്, പ്ലേസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെക്കൻഡ് കമ്പോണൻ്റ് ആണ് ഡയറക്ഷൻ. അതിൽ N ലെറ്റർ സൂചിപ്പിക്കുന്ന നോർത്തിനെയാണ്. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് കാർഡിനൽ പോയിൻറ്റ്സും ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസും. കാർഡിനൽ പോയിൻറ്റ്സ് ചോദിച്ചാൽ ഏതൊക്കെയാണ് കാർഡിനൽ പോയിൻറ്റ്സ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? NE നോർത്ത് ഈസ്റ്റ്, SE സൗത്ത് ഈസ്റ്റ്, SW സൗത്ത് വെസ്റ്റ് and NW north west. So we can use the help of directions to identify the places on a map. Then compass ആണ്. Compass is an instrument used to find the main directions. Main directions കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കോമ്പസ് ആണ്. പിന്നെ നമ്മൾ സിമ്പിൾസ് ആണ് പഠിച്ചത്. സിമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാപ്പ് കണ്ടെത്താൻ അല്ലെങ്കിൽ മാപ്പ് വരയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൺവെൻഷണൽ സിമ്പിൾസ് പഠിക്കണം. കൺവെൻഷണൽ സിമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്സ് ഹാവ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്, എ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി റീഡ് ബൈ ഓൾ. ആൻ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ യൂസ് ഓഫ് ദീസ് സിമ്പിൾസ്. ദീസ് സിമ്പിൾസ് ആർ കോൾഡ് കൺവെൻഷണൽ സിമ്പിൾസ്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന സിമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സിമ്പിൾ തന്നിട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ വരും. ബിൽഡിങ്ങിനെ സൂചിപ്പിക്കുന്നത്, ടൗണിനെ, അങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.